യെസ് മെഗാ ബൈബിൾ ക്വസ്റ്റ് 2026 എപ്പിസോഡ് 136 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 63 മുതൽ 66 വരെ, 1 കൊരിന്ത്യർ 3-ാം അധ്യായം. അപ്പോൾ ഇതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരി ഉത്തരം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവത്തിന്റെ മുൻപിൽ ഭോഷത്വമായത് എന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം: ഈ ലോകത്തിന്റെ ജ്ഞാനം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ബൈബിളിലെ ഒരു പുരുഷനാമത്തിലും സ്ഥലനാമത്തിലും ഉള്ള ഒരു വരണ്ട നിലം പാഠഭാഗത്തുണ്ട്, ഏത്? ഉത്തരം: യഹൂദ മരുഭൂമി. സങ്കീർത്തനങ്ങൾ 63-ന്റെ തലക്കെട്ടിലാണ് ഉത്തരവുള്ളത് കേട്ടോ. യഹൂദ ബൈബിളിലെ ഒരു പുരുഷന്റെ പേരുമാണ്, അതുപോലെ സ്ഥലത്തിന്റെ പേരുമാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രാണനേക്കാൾ നല്ലത് എന്ത്? ഉത്തരം: യഹോവയുടെ ദയ. സങ്കീർത്തനങ്ങൾ 63-ന്റെ 3-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ അടുത്ത 4-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യഹോവയുടെ ദൃഷ്ടി ആരെ വീക്ഷിക്കുന്നു? ഉത്തരം: ജാതികളെ. സങ്കീർത്തനങ്ങൾ 66-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം ഉള്ളത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ: ദോഷം പ്രവർത്തിക്കുന്നവർ എന്നർത്ഥമുള്ള ഒരു പദത്തിനകത്ത് ബൈബിളിലെ ഒരു മോഷ്ടാവിന്റെ അപ്പന്റെ പേരുണ്ട്, പദം ഏത്? പുരുഷന്റെ പേരെന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ദുഷ്കർമ്മികൾ. സങ്കീർത്തനങ്ങൾ 64-ന്റെ 2-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ പുരുഷൻ കർമ്മി എന്നുള്ളതാണ് ആഖാന്റെ അപ്പൻ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ശരി ഉത്തരങ്ങൾ. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 67 മുതൽ 70 വരെ, 1 കൊരിന്ത്യർ 4-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.